അത് ചിലവർ പറയുമല്ലോ, അത് മമ്മൂട്ടി ഫാൻസ് ആയിരിക്കും ചിലപ്പോൾ. മോഹൻലാൽ നല്ലതായിട്ട് ഡയറക്റ്റ് ചെയ്ത് കുറച്ച് നാൾ മുന്നേ മോഹൻലാൽ ഇതുപോലെ പടങ്ങൾ ഡയറക്റ്റ് ചെയ്ത് തുടങ്ങേണ്ടിയിരുന്നു. ഒന്നുകൂടെ കണ്ട ബോറടിക്കും, അതുകൊണ്ട് ഇഷ്ടപ്പെട്ടിനി. പിള്ളേർക്കുള്ള പടം തന്നെയാണ്. പിന്നെ കഥ കുറച്ചുകൂടെ നന്നായിരുന്നെങ്കിൽ, കുറച്ചുകൂടെ ഒരു ഗ്രിപ്പിംഗ് ആയിരുന്നെങ്കിൽ. അത് 3D സെറ്റപ്പ്, അത് ചിലവർ പറയുമല്ലോ, അത് മമ്മൂട്ടി ഫാൻസ് ആയിരിക്കും ചിലപ്പോൾ. ഇല്ല വേറെ കുഴപ്പമൊന്നുമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതിപ്പോൾ ഞാൻ എന്തെന്ന് പറയും, അത് കൊച്ചുപിള്ളേർ കാണും, കൊച്ചുപിള്ളേർ കണ്ട് ആസ്വദിക്കാനുള്ള പടമാണ്. പക്ഷേ വലിയവർക്ക് ഇപ്പോൾ അടി ആക്ഷനും അതൊക്കെ അല്ലേ ആണിപ്പം മാർക്ക് കിടക്കണം. അതേപോലത്തെ സിനിമകളൊക്കെ മാർക്ക് നമുക്ക് ഇഷ്ടപ്പെടില്ല. നമുക്ക് ഉള്ള പടങ്ങളാണ് ഇഷ്ടം. പടം നല്ല പടം തന്നെയാണ്. 3D കൊള്ളാം. എല്ലാം ആക്ഷൻസ് പിള്ളേർക്ക് കുറച്ചുകൂടെ എൻഗേജിങ് ആക്കിയാൽ നന്നായിരുന്നു. പിള്ളേർക്കുള്ള പടം തന്നെയാണ്. പിന്നെ കഥ കുറച്ചുകൂടെ നന്നായിരുന്നെങ്കിൽ, കുറച്ചുകൂടെ ഒരു ഗ്രിപ്പിംഗ് ആയിരുന്നെങ്കിൽ നന്നായിരുന്നു തോന്നുന്നു. കൊള്ളാം. ഇല്ല, അത് കൊച്ചുങ്ങൾക്ക് ഇഷ്ടപ്പെടും. കൊള്ളായിരുന്നു. നല്ല പടമാണ്, കുട്ടികൾക്ക് പറ്റിയ ഫിലിമാണ്. കൊള്ളാം, 3D കൊള്ളാം, നല്ല എഫക്റ്റീവാണ്. മേക്കിംഗ് ഒക്കെ സൂപ്പറായിട്ടുണ്ട്. എടുത്തു പറയത്തക്കതായിട്ട് അതിൻ്റെ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. സിനിമ നന്നായിട്ടുണ്ട്. ലാലേട്ടൻ പൊളിയായിരുന്നു. 3D അടിപൊളിയായിരുന്നു. നല്ല സിനിമയായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കൊള്ളായിരുന്നു. ഒന്നുകൂടെ കണ്ട ബോറടിക്കും, അതുകൊണ്ട് 3D എഫക്ഷനൊക്കെ സൂപ്പറാണ്. ബറോസ് അടിപൊളി പടം. മോഹൻലാൽ നല്ലതായിട്ട് ഡയറക്റ്റ് ചെയ്ത് കുറച്ച് നാൾ മുന്നേ മോഹൻലാൽ ഇതുപോലെ പടങ്ങൾ ഡയറക്റ്റ് ചെയ്ത് തുടങ്ങേണ്ടിയിരുന്നു. മുതിർന്നവർക്ക് എൻജോയ് ചെയ്യാൻ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു പടം തന്നെയാണ്. കുട്ടികൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന പടം. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അല്ലാണ്ട്